ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പുത്തൻ വകഭേദം സമർപ്പിച്ച് ടൊയോട്ട. പുതിയ ഇന്നോവ ക്രിസ്റ്റ G+ മോഡൽ വിപണിയിൽ പുറത്തിറങ്ങി. 15.57 ലക്ഷം രൂപയാണ് 7 സീറ്റർ G+ വകഭേദത്തിന് വില. 8 സീറ്റർ പതിപ്പ് 15.62 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്കെത്തും. വിലകൾ ദില്ലി ഷോറൂം അടിസ്ഥാനപ്പെടുത്തി. ഇനി മുതൽ G+ ആണ് ഇന്നോവ ക്രിസ്റ്റ നിരയിലെ പ്രാരംഭ വകഭേദം. സ്വകാര്യ കാർ വിപണിയിലും ടാക്സി കാർ വിപണിയിലും പുതിയ G+ മോഡലിനെ കമ്പനി അണിനിരത്തും. ടാക്സി വിപണി മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്നോവ ക്രിസ്റ്റ G മോഡലിനെ ടൊയോട്ട അവതരിപ്പിക്കുന്നത്. നിരയിൽ ഇന്നോവ ക്രിസ്റ്റ G+ മോഡലിന് താഴെയാണ് പുതിയ G+ വകഭേദത്തിന് സ്ഥാനം. GX-നെ അപേക്ഷിച്ച് 38,000 രൂപയോളം ഇന്നോവ ക്രിസ്റ്റ G+ന് കുറവാണ്. പ്രാരംഭ വകഭേദമായതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും മാത്രമേ G+ മോഡലിൽ ഒരുങ്ങുന്നുള്ളൂ. മറ്റ് ഇന്നോവ വകഭേദങ്ങളിൽ കണ്ടുവരുന്ന ഓഡിയോ സംവിധാനം, രണ്ടാം നിര സീറ്റുകളിലെ സെൻട്രൽ ആംറെസ്റ്റ്, പിൻ ഡീഫോഗർ മുതലായ ക്രമീകരണങ്ങൾ ഒന്നും G+ലുണ്ടാവില്ല. 16 ഇഞ്ചാണ് മോഡലിലെ അലോയ് വീലുകളുടെ വലുപ്പം. ഹാലോജൻ യൂണിറ്റ് ഹെഡ്ലാമ്പുകൾക്ക് പ്രകാശം പകരും. പിൻ സ്പോയിലർ, മാനുവൽ AC വെന്റുകൾ, ഫാബ്രിക് നിർമ്മിത അപ്ഹോൾസ്റ്ററി എന്നിവ ഇന്നോവ ക്രിസ്റ്റ G+ന്റെ സവിശേഷതകളായി ചൂണ്ടിക്കാട്ടാം. റെഡ്, പേൾ വൈറ്റ് നിറപ്പതിപ്പുകൾ ഒഴികെ മറ്റെല്ലാ നിറങ്ങളും ഇന്നോവ ക്രിസ്റ്റ G വകഭേദത്തിൽ അണിനിരക്കും. എഞ്ചിനിൽ മാറ്റങ്ങളില്ല. നിലവിലെ 2.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ പുതിയ മോഡലിലും തുടരുന്നു. എഞ്ചിന് 150 bhp കരുത്തും 343 Nm ടോർക്കും പരമാവധി സൃഷ്ടിക്കാനാവും. 6 സ്പീഡാണ് സ്റ്റാൻഡേർഡ് മാനുവൽ ഗിയർ ബോക്സ്. മോഡലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ കമ്പനി സ്വീകരിച്ചിട്ടുണ്ട്. പിൻ ക്യാമറ, സെൻസർ, ആന്റി ഗ്ലോ ബ്രേക്കിംഗ് സംവിധാനം, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇരട്ട മുൻ എയർ ബാഗുകൾ, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സംവിധാനം തുടങ്ങിയ സംവിധാനങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തും. പുതിയ വകഭേദം കടന്നു വന്നതോടെ G+, GX, VX, ZX എന്നിങ്ങനെയാണ് വിപണിയിലെ ഇന്നോവ മോഡൽ നിര. ഇവർക്ക് പുറമെ ഏറ്റവും ഉയർന്ന ടൂറിംഗ് സ്പോർട്ട് പതിപ്പിനെയും MPVയിൽ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാരുതി സുസുക്കി എർട്ടിഗ, മഹീന്ദ്ര മറാസ മോഡലുകളുമായാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുടെ മത്സരം. അതേസമയം വിലയിൽ ഇന്നോവയ്ക്ക് പ്രീമിയം പകിട്ടുള്ളതാണെന്ന് ഇവിടെ പ്രത്യേകം പരാമർശിക്കണം.